പല ദാമ്പത്യ ബന്ധങ്ങളും തകരുന്നതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളിലൊന്ന് ദൈവം അവരെ യോജിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവം യോജിപ്പിക്കാത്ത ബന്ധങ്ങൾ പെട്ടെന്ന് തകർന്നു പോകും. നമ്മുടെ ദാമ്പത്യ ബന്ധം ദൈവം യോജിപ്പിച്ചതാണോ ഇല്ലയോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? വീട്ടുകാരെല്ലാം ആലോചിച്ച് ഉറപ്പിച്ച ഒരു കല്യാണമായിരുന്നു എൻ്റേത് എന്നതുകൊണ്ട് എൻ്റെ വിവാഹ ബന്ധത്തെ കൂട്ടിച്ചേർത്തത് ദൈവമാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റുകയില്ല. എൻ്റെ വിവാഹം പള്ളിയിൽ വെച്ചാണ് ആശീർവദിച്ചത്. മെത്രാനച്ചൻ എൻ്റെ വിവാഹം ആശീർവദിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടും എൻ്റെ വിവാഹബന്ധത്തെ ഒന്നിപ്പിച്ചത് ദൈവമാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റുകയില്ല. ഉദാഹരണത്തിന്, ഒരു യുവാവ് ഒരു പെൺകുട്ടിയെ കാണും. അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പക്ഷേ അവൾക്ക് ധാരാളം സ്വത്തുണ്ട്, ഒരു വലിയ സ്ത്രീധനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവൻ ഒടുവിൽ വിചാരിക്കുകയാണ്, അവന് പെണ്ണിനെ അത്രയൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത്രയും ഡൗറി കിട്ടുന്നത് കൊണ്ട് അവൻ അവളെ വിവാഹം കഴിക്കാം എന്നങ്ങ് ഉറപ്പിക്കുകയാണ്. വീട്ടുകാർക്കും എതിർപ്പൊന്നുമില്ല. അങ്ങനെ പള്ളിയിൽ വെച്ച് വിവാഹവും നടത്തുകയാണ്. പക്ഷേ അവനെ അവളുമായി ഒന്നിപ്പിക്കുന്നത് ദൈവമല്ല. കാരണം എന്താണ്? അവളെ വിവാഹം കഴിക്കുവാനുള്ള അവസാന തീരുമാനം എടുക്കുന്നതിൻ്റെ പിന്നിൽ അവന് പ്രേരണ നൽകിയത് അവളുടെ പണമാണ്. പണത്തിനു വേണ്ടി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ അവനെ അവളുമായി കൂട്ടിച്ചേർക്കുന്നത് ദൈവമല്ല, പണമാണ്. ഇനി ചിലർ ലൈംഗികമായ ഒരു ആകർഷണത്തിൻ്റെ പേരിൽ വിവാഹം കഴിക്കാൻ തീരുമാനിക്കും. അവിടെയും ലൈംഗികതയാണ് അവരെ ഒന്നിപ്പിക്കുന്ന ഘടകം. ഇനി വേറെ ചിലർക്ക് ഈ ജീവിത പങ്കാളിയുടെ ജോലിയാണ്. പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് മലയാളികളുടെ ദാമ്പത്യ ജീവിതം തകരുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം ഈ മേഖലയിലാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പല വ്യക്തികൾക്കും വിദേശത്ത് ജോലിയുള്ള ആളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ്. എന്തിനാണ്? വിവാഹം കഴിച്ച് വിദേശത്ത് പോകാം, വിദേശത്തെ ജീവിതത്തിൻ്റെ മനോഹാരിതകൾ, കുടുംബം രക്ഷപ്പെടും, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വിദേശത്ത് ജോലിയുള്ള ഒരാളുടെ ആലോചന വരുമ്പോൾ പലരും മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വിവാഹത്തിന് സമ്മതിക്കും. അങ്ങനെ വിവാഹം കഴിഞ്ഞ് വിദേശത്ത് പോയി സ്വന്തം കാലിൽ നിൽക്കാറൊക്കെ ആയിക്കഴിയുമ്പോഴാണ് പിന്നെ ഇവളെ ഒന്ന് ശരിക്കും നോക്കാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അവൾക്ക് നിറം പോരാ, അവൾക്ക് പാരമ്പര്യം പോരാ, അവൾക്ക് ഉയരം പോരാ, ഇങ്ങനെ പലതും അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അതുവരെയും അവൻ്റെ കണ്ണ് അന്ധമായിരുന്നു. അവന് വിദേശത്തേക്ക് പോകാനുള്ള ഒരു മാർഗമായി ഈ വിവാഹത്തെ അവൻ ഉപയോഗിച്ചതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും അവൻ പരിഗണിച്ചില്ല. പക്ഷെ വിദേശത്തെത്തിക്കഴിയുമ്പോഴാണ് അവൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇങ്ങനെ എത്രയോ പെൺകുട്ടികളുടെ ജീവിതം കണ്ണുനീരായി മാറിയത് ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാമോ? വലിയൊരു വഞ്ചനയാണിത്. നമ്മളെയും മറ്റുള്ളവരെയും വഞ്ചിക്കുക ചെയ്യുന്നത്. അപ്പോൾ ദൈവം കൂട്ടിച്ചേർക്കണമെങ്കിൽ വിദേശത്ത് ജോലിയുള്ള ഒരാളെ വിവാഹം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. വിവാഹം കഴിക്കുമ്പോൾ കുടുംബത്തിൻ്റെ ഭാവി സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നതിലും തെറ്റില്ല. സൗന്ദര്യമുള്ള ഒരാളെ നോക്കുന്നതിലോ ജോലിയുള്ള ഒരാളെ നോക്കുന്നതിലോ പണമുള്ള ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ നോക്കുന്നതിലും തെറ്റില്ല.
പക്ഷെ എവിടെയാണ് തെറ്റുണ്ടാകുന്നത്? ഈ വ്യക്തിയെ സ്നേഹിക്കാതെ ഈ വ്യക്തിക്ക് ഉള്ളതിനെ സ്നേഹിച്ചുകൊണ്ട് വിവാഹം കഴിക്കുമ്പോഴാണ് വഞ്ചനയായിട്ട് മാറുന്നത്. അപ്പോൾ ഇവരുടെ വിവാഹമെന്നുള്ള കൂദാശയ്ക്ക് മൂല്യം കുറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ വിവാഹമെന്ന കൂദാശ സ്വീകരിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ എത്തി നിൽക്കുന്ന ദമ്പതികളുടെ ഹൃദയത്തിൽ നിഷ്കളങ്കമായ സ്നേഹമില്ലാത്തതുകൊണ്ട്, അവിടെ വഞ്ചനയുള്ളതുകൊണ്ട്, അവിടെ ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ ഇവർക്ക് സാധിക്കാതെ വരികയാണ്. വിവാഹ ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ നേരിടാൻ ആവശ്യമായ ദൈവകൃപകൾ ഈ കൂദാശ വഴി ചൊരിയപ്പെടുന്നുണ്ടെങ്കിലും ദമ്പതികളുടെ ഹൃദയത്തിൽ അഴുക്കുള്ളതുകൊണ്ട് കൃപ സ്വീകരിക്കുവാൻ ഇവർക്ക് സാധിക്കാതെ വരുന്നു. അപ്പോൾ നിഷ്കളങ്കമായ ഒരു സ്നേഹമുണ്ടാകണം ജീവിത പങ്കാളിയോട്. പല കുടുംബ പ്രശ്നങ്ങളുടെയും അടിത്തറ കിടക്കുന്നത് അവിടെയായിരിക്കും. വിവാഹത്തിൻ്റെ നാളുകളിൽ പൂർണ്ണമായ ഹൃദയത്തോടെ ജീവിത പങ്കാളിയെ സ്നേഹിച്ച് സ്വീകരിച്ചിട്ടില്ല. പല സാഹചര്യങ്ങൾ കൊണ്ടും വിവാഹം കഴിച്ചു. അത് വലിയൊരു തെറ്റാണ്. സ്നേഹിക്കാത്തൊരു വ്യക്തിയെ നമ്മൾ വിവാഹം കഴിക്കരുത്. അല്ലെങ്കിൽ വിവാഹം കഴിച്ച വ്യക്തിയെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. ഇത് രണ്ടുമല്ലെങ്കിൽ നമ്മുടെ ജീവിതവും മറ്റൊരാളുടെ ജീവിതവും തകർക്കുന്നതിന് തുല്യമായിട്ട് തിരികെയാണ്. അപ്പോൾ ദൈവം കൂട്ടിച്ചേർക്കണമെങ്കിൽ നിഷ്കളങ്കമായ സ്നേഹം ദമ്പതികളുടെ ഹൃദയത്തിലുണ്ടാകണം. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്. തോബിയാസും ഭാര്യ സാറായും ആദ്യ രാത്രിയിൽ ഒന്നിച്ചായി കഴിഞ്ഞപ്പോൾ മണവറയിൽ വെച്ച് അവരാദ്യം ചെയ്തത് എന്താണ്? തോബിയാസ് സാറായുടെ കൈയും പിടിച്ചു പറഞ്ഞു, വരൂ നമുക്ക് സർവേശ്വരൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിട്ട് തോബിയാസ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ജഡീകമായ അഭിലാഷത്തോടുകൂടിയല്ല ഞാൻ ഇവളെ സ്വീകരിക്കുന്നതെന്ന് നീ കാണണമേ. പ്രത്യുത നിഷ്കളങ്കമായ സ്നേഹത്തോടുകൂടിയാണ് ഞാൻ ഇവളെ സ്വീകരിക്കുന്നതെന്ന് നീ കാണണമേ. അതുകൊണ്ട് ഇവളോടൊന്നിച്ച് സമാധാനപൂർണമായ വാർദ്ധക്യം പ്രാപിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ജഡീകമായ അഭിലാഷത്തിന് വേണ്ടിയല്ല, ഇവളുടെ സൗന്ദര്യം കണ്ടല്ല, പിതൃസ്വത്ത് കണ്ടല്ല, ജോലി കണ്ടല്ല, മറിച്ച് നിഷ്കളങ്കമായ സ്നേഹത്താലാണ് ഞാൻ ഇവളെ സ്വീകരിക്കുന്നതെന്ന് നീ കാണണമേ. ആ നിഷ്കളങ്കമായ സ്നേഹം വിവാഹത്തിൻ്റെ നാളുകളിൽ നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തോട് മാപ്പ് ചോദിച്ച് വീണ്ടും ആ കൃപ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്നേഹം കൊണ്ട് നിറയുമ്പോൾ പ്രശ്നങ്ങൾ തന്നെ കെട്ടടങ്ങിക്കളയും. സ്നേഹം കൊണ്ട് നിറയുമ്പോൾ കുറവുകൾ ഭാരപ്പെടുത്തുന്നത് ഇല്ലാതാകും. സ്നേഹം കൊണ്ട് നിറയുമ്പോൾ തെറ്റുകൾ മറക്കാൻ സാധിക്കും. സ്നേഹം കൊണ്ട് നിറയാത്തതിനാൽ സ്നേഹത്തിൻ്റെ ദാരിദ്ര്യമുള്ളത് കൊണ്ടാണ് പല ദാമ്പത്യ ബന്ധങ്ങളിലും നിരന്തരമായ പ്രശ്നങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിനോട്, ദൈവത്തിൻ്റെ വലിയ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ. ജീവിത പങ്കാളിയെ സ്നേഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ ഇന്ന് ഭാരപ്പെടുത്തുന്ന പലതും നിസ്സാരമായിട്ട് തോന്നുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. പല ദാമ്പത്യ ബന്ധങ്ങളും തകരുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് വിവേകമില്ലാത്ത കുറ്റപ്പെടുത്തലുകളും കുറ്റാരോപണങ്ങളുമാണ്. പ്രിയപ്പെട്ടവരെ, ജീവിത പങ്കാളിയുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ ദമ്പതികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ വിവേകമില്ലാത്ത കുറ്റപ്പെടുത്തലുകൾ മനുഷ്യൻ്റെ ജീവിതത്തെ, കുടുംബത്തെ നരകതുല്യമാക്കി കളയും. കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യക്തിയെപ്പോലും നമുക്ക് വളർത്തിയെടുക്കാൻ എപ്പോഴും സാധിക്കുകയില്ല. അപ്പോൾ എപ്പോഴും കുറ്റപ്പെടുത്തലും കുറ്റം പറച്ചിലുള്ളൊരു വീട് നരകം തന്നെയായിരിക്കും. അവിടെ വളരുന്ന കുഞ്ഞുങ്ങൾ പോലും മാനസികമായി വൈകല്യമുള്ളവരായിട്ട് വരും. എപ്പോഴും കുറ്റം പറയുന്ന കുടുംബാന്തരീക്ഷത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ വളർന്നു കഴിയുമ്പോൾ അവരെവിടെ ചെന്നാലും കുറ്റം കാണുന്നവരായിട്ട് മാറും. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തണമെങ്കിൽ ചെല്ലുന്നിടത്തെല്ലാം നന്മ കാണാൻ നമ്മൾ പഠിക്കണം. മറ്റു വ്യക്തികളിൽ നന്മ കാണാൻ നമ്മൾ പഠിക്കണം. പക്ഷേ വളരുന്ന സാഹചര്യത്തിൽ എപ്പോഴും കുറ്റം പറച്ചിലാണെങ്കിൽ, കുറ്റപ്പെടുത്തലാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വം വികലമാകുകയാണ്. അവരെവിടെ ചെന്നാലും പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് വരുന്ന കുറ്റമായിരിക്കും. അവരുടെ ജീവിതത്തിൽ എങ്ങനെ അവർക്ക് സന്തോഷിക്കാൻ പറ്റും? ആരാണ് അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷം കെടുത്തിക്കളയുന്നത്? ഈ കുടുംബത്തിൽ നിരന്തരം കുറ്റം പറഞ്ഞ് വളരുന്ന മാതാപിതാക്കൾ തന്നെയല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, നമ്മൾ ചെയ്ത ഈ ഭീകരമായ തെറ്റിൻ്റെ പ്രത്യാഘാതം ഓർത്തുകൊണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെങ്കിൽ വിവേകമില്ലാത്ത കുറ്റപ്പെടുത്തലുകളും കുറ്റം പറച്ചിലുകളും ഒഴിവാക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ അനുഭവിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് പ്രശംസയും പ്രോത്സാഹനവും കൊണ്ടൊക്കെ കുടുംബാന്തരീക്ഷത്തെ നിറയ്ക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകമായ വിധത്തിൽ തയ്യാറാകണം. ജീവിതത്തിൽ എല്ലാവരും കുറ്റം പറയുമ്പോഴും കുറ്റപ്പെടുത്താതെ ചേർത്ത് പിടിക്കുവാൻ ഭർത്താവും ഭാര്യയും ഉണ്ടാകണം. ഒരിക്കൽ ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി.
വേറൊരു ജോലിക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് അന്വേഷിച്ചുവെങ്കിലും ഒരിടത്തും അദ്ദേഹത്തിന് ജോലി കിട്ടിയില്ല. അങ്ങനെ വീട്ടിൽ വന്ന് അദ്ദേഹം ദുഃഖിതനും നിരാശനുമായിട്ടിരിക്കുക. ആരോടും മിണ്ടുന്നില്ല, കുളിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, മുറിക്കകത്ത് കയറി മരം പോലെ ഇങ്ങനെ ഇരിക്കുക. കാരണം കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗമായിരുന്നു ശമ്പളം. തൻ്റെ ജോലി നഷ്ടപ്പെട്ടതോടുകൂടി ഈ വരുമാന മാർഗം നഷ്ടപ്പെട്ടു പോയി. ഇനി എങ്ങനെ കുടുംബം പുലർത്തും? ഇനി എങ്ങനെ മക്കളെ പഠിപ്പിക്കും? അദ്ദേഹത്തിന് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെ മനസ്സ് തകർന്നിരിക്കുന്ന ഈ ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു, സാരമില്ല, ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരും, നിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കുക, കുളിക്കുക എന്നൊക്കെ പറഞ്ഞു നോക്കിയിട്ടും ഈ മനുഷ്യന് ഒരനക്കവുമില്ല. അവൾ വീണ്ടും പറഞ്ഞു, നിങ്ങൾ വെറുതെ ഇരുന്ന് അതും ഇതുമൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ പിശാച് വേണ്ടാത്ത ചിന്തയൊക്കെ മനസ്സിൽ തരും. അവിടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുക, ദൈവം എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരാതിരിക്കുകയില്ല എന്ന് വീണ്ടും പറഞ്ഞു. എന്നിട്ടും ഈ മനുഷ്യന് ഒരനക്കവുമില്ല. അങ്ങനെ തന്നെ ഇരിപ്പ്. കുറേ കഴിഞ്ഞപ്പോൾ ആ ഭാര്യ കുറച്ച് പേപ്പറും ഒരു പേനയും കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മടിയിൽ വെച്ച് കൊടുത്ത് നെറ്റിയിൽ ഒരു ചുംബനവും കൊടുത്തിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ കല്യാണത്തിന് മുമ്പ് കഥകളൊക്കെ എഴുതുമായിരുന്നല്ലോ. കല്യാണം കഴിഞ്ഞ് പിള്ളേരും ജോലിയായപ്പോൾ കഥ എഴുത്തൊക്കെ നിന്ന് പോയില്ലേ? ഇപ്പോഴാണെങ്കിൽ ജോലിയും പോയി ഒരു പണിയില്ല, നിങ്ങൾ വെറുതെ ഇരിക്കുക, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു കഥ ഇങ്ങോട്ട് എഴുതുക എന്ന് പറഞ്ഞു. ഇതങ്ങ് കേട്ടപ്പോൾ ഈ മനുഷ്യൻ്റെ മനസ്സ് മുഴുവൻ അരിശം കൊണ്ട് നിറഞ്ഞു. കാരണം നാളെ അരി മേടിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാതെ മനസ്സിൽ മുഴുവൻ തീ കത്തിക്കൊണ്ടിരിക്കുക. അന്നേരം അവൾ പറയുക കഥ എഴുതാൻ. അങ്ങനെ കഥ വരുമോ? എങ്കിലും ആ മനുഷ്യൻ ഒന്നും പ്രതികരിച്ചില്ല. അദ്ദേഹം ആ പേപ്പറും പേനയും യാന്ത്രികമായിട്ട് കയ്യിൽ വെച്ചുകൊണ്ട് കുറേ നേരം ഇരുന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, കഥ എഴുതാൻ പറ്റിയില്ലേ, വേണ്ടത് മനസ്സിലുള്ള ചിന്തയൊക്കെ കടലാസിലേക്ക് കുറിച്ച് വെക്ക്, മനസ്സിനൊരു ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ തൻ്റെ മനസ്സിലുള്ള വിഷമങ്ങൾ ഈ കടലാസിൽ എഴുതാൻ തുടങ്ങി. എഴുതി കഴിഞ്ഞപ്പോൾ മനസ്സിനൊരു റിലീഫ് കിട്ടിയതുപോലെ. അങ്ങനെ വീണ്ടും ഇങ്ങനെ പേനയും പിടിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു കഥയുടെ ബീജം കടന്നു വന്നു. എഴുതാനുള്ള ശക്തമായ പ്രേരണ. അദ്ദേഹം കഥ എഴുതാൻ തുടങ്ങി. എഴുതുന്തോറും പുതിയ പുതിയ ആശയങ്ങൾ ഇങ്ങനെ ഇരച്ചു കയറി, എഴുതാനുള്ള ആവേശം ഇങ്ങനെ കൂടിക്കൂടി വന്നു. അങ്ങനെ ഏതാനും ആഴ്ചകൾ കൊണ്ട് അദ്ദേഹം എഴുതിയത് ഒരു നോവലായി തീർന്നു. ആ നോവല് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ അനശ്വരമായ ഒരു കൃതിയായിട്ട് മാറി. ആ ഒരൊറ്റ നോവലിൻ്റെ റോയൽറ്റിയിലൂടെ അദ്ദേഹം ജീവിതകാലം മുഴുവനും ജോലി ചെയ്താൽ കിട്ടുമായിരുന്ന ശമ്പളത്തിൻ്റെ അനേകം ഇരട്ടി ഡോളർ അദ്ദേഹത്തിന് റോയൽറ്റി ആയിട്ട് കിട്ടി. ആ നോവലിൻ്റെ പേര് ദി സ്കാർലെറ്റ് ലെറ്റർ എന്നാണ്. നഥാനിയൽ ഹൗത്രോൺ എന്ന അമേരിക്കൻ നോവലിസ്റ്റിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരു സാധാരണ ഉദ്യോഗസ്ഥനായി ജീവിച്ച് മരിക്കുമായിരുന്നു. ആ ജോലി നഷ്ടപ്പെട്ട പ്രതിസന്ധിയിലൂടെ അദ്ദേഹത്തിലെ എഴുത്തുകാരനെ ദൈവം ഉണർത്തുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഐശ്വര്യപ്പെടുന്ന അനുഭവത്തിലേക്ക് വരികയാണ്. പക്ഷെ ഇവിടെ ഈ മാറ്റത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? വിവേകമുള്ള ആ ഭാര്യയാണ്. തീർച്ചയായും ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഈ ഭാര്യയ്ക്കും ഒത്തിരി ആകുലതയൊക്കെ തോന്നിയിട്ടുണ്ടാകും. പക്ഷെ അവളുടെ ആകുലത ഉള്ളിൽ അമർത്തി വെച്ചുകൊണ്ട് തളർന്നിരിക്കുന്ന ഭർത്താവിന് ധൈര്യം പകരുകയും ചെയ്തു. അതേസമയത്ത് ഇവൾ വേറൊരു രീതിയിലാണ് പ്രതികരിച്ചതെന്ന് വിചാരിക്കുക. ഇതൊക്കെ എൻ്റെ തലേവിധിയ, നിങ്ങൾ എൻ്റെ കഴുത്തെ താലി കെട്ടി അന്ന് തുടങ്ങിയത് എൻ്റെ കണ്ണുനീര്, കഷ്ടപ്പാട്, നിങ്ങളുടെ തോന്നിയാസം കൊണ്ടല്ലേ ജോലി നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുത്തുവാക്കുകളുമായിട്ട് ഈ മനുഷ്യനെ സമീപിച്ചിരുന്നെങ്കിൽ മനസ്സ് തകർന്നിരിക്കുന്ന ഇവൻ ഭാര്യയുടെ കുത്തുവാക്കും കൂടെ കേട്ട് കഴിയുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ലാതെ ഒരു കുപ്പി വിഷത്തിലോ ഒരു മുഴം കയറിലോ ഒക്കെ ജീവിതം അവസാനിപ്പിക്കുമായിരുന്നു. പക്ഷേ അവൾ കുടുംബത്തിൻ്റെ പ്രതിസന്ധിയിൽ വിവേകമുള്ളവളായിത്തീർന്നു. തൻ്റെ വേദനയും ആകുലതയും മറച്ചു വെച്ചുകൊണ്ട് തളർന്നിരുന്ന ഭർത്താവിന് ബലം നൽകി. പ്രിയപ്പെട്ടവരെ, ഇതാണ് വിവാഹിതർ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം. ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ തകർച്ചയുണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്തി തകർക്കാനുള്ള വ്യക്തിയല്ല ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. ഇനി എന്ത് കാരണം കൊണ്ടാണെങ്കിലും തകർച്ചയുണ്ടാകുമ്പോൾ പോട്ടെ, സാരമില്ല എന്ന് പറയാനുള്ള വിളിയാണ് ഭാര്യയ്ക്കും ഭർത്താവിനും കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഇവിടെ കൗൺസിലിങ്ങിനായി വന്നൊരു സഹോദരി, ആ സഹോദരിയുടെ ഭർത്താവ് ജീവിതത്തിൽ ഒരുപാട് മണ്ടത്തരങ്ങൾ ചെന്നുപെട്ട് സാമ്പത്തികമായിട്ടൊക്കെ തകർന്നു. എന്ത് ബിസിനസ്സിൽ ഏർപ്പെട്ടാലും തകരും. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്: ഓരോ പ്രാവശ്യവും ഓരോ തകർച്ചകൾ കഴിഞ്ഞും ഭാര്യയെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാതെ കുനിഞ്ഞ മനസ്സുമായിട്ടാണ് വീട്ടിലേക്ക് വരിക. എങ്ങനെ ഞാൻ അവളുടെ മുഖത്ത് നോക്കും? കാരണം കുടുംബത്തിൻ്റെ സ്വത്ത് മുഴുവൻ ഇങ്ങനെ ഇല്ലാതായിരുന്ന അവസ്ഥയെത്തി. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ്, ഓരോ പ്രാവശ്യവും എൻ്റെ ജീവിതത്തിൽ മണ്ടത്തരങ്ങൾ പറ്റി, പരാജയം പറ്റി, കുടുംബത്തിൻ്റെ സ്വത്ത് നശിപ്പിച്ച്
മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാതെ കയറി വരുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറയും, പോട്ടെ, സാരമില്ല, പണമല്ലേ പോയുള്ളൂ, നിങ്ങളെനിക്ക് പോയിട്ടില്ലല്ലോ, എനിക്ക് നിങ്ങളെ മതി എന്ന് പറയുമായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ആ ഒരു വാക്കാണ് അദ്ദേഹത്തെ ആത്മഹത്യ ചെയ്യാതെ മുന്നോട്ട് നയിച്ചത് എന്ന് പറയും. അപ്പം പലപ്പോഴും കുടുംബത്തിൽ തകർച്ചയുണ്ടാകുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ദമ്പതികൾ പരസ്പരം കുറ്റപ്പെടുത്തി തകർന്നു പോവുകയാണ്. തകർച്ചയുടെ നാളുകൾ കുറ്റപ്പെടുത്താനുള്ള നാളുകളല്ല. എന്ത് കാരണം കൊണ്ടാണ് തകർച്ചയുണ്ടായതെങ്കിലും തകർച്ചയുടെ നാളുകൾ ആശ്വസിപ്പിക്കാനുള്ള നാളുകളാണ്, താങ്ങാനുള്ള നാളുകളാണ്. നിങ്ങൾക്ക് ഞാനുണ്ട്, നിനക്ക് ഞാനുണ്ട് എന്ന് പറയണം. വീട്ടുകാരും നാട്ടുകാരും കുറ്റം പറയുമ്പോഴും അവരുടെ കൂടെ ചേർന്ന് നിന്ന് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ കുറ്റം പറയാൻ പാടില്ല. മറിച്ച് അപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ദമ്പതികൾ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ വിവേകമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പല ദാമ്പത്യ ബന്ധങ്ങളും തകർന്നു പോകുന്നത്. ഒത്തിരി പിശാച് ബാധ കൊണ്ടോ പാരമ്പര്യ ദോഷം കൊണ്ടോ ശാപം കൊണ്ടോ വളരെ മോശക്കാരായതുകൊണ്ടൊന്നും അല്ല പല ദാമ്പത്യ ബന്ധങ്ങളും തകരുന്നത്. വിവേകമില്ലാത്തത് കൊണ്ടാണ്, ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിലെ ഈ പ്രശ്നങ്ങളെ ദൈവീകമായി കാഴ്ചപ്പാടിലൂടെ കാണാനുള്ള ജ്ഞാനം തരണമേ, ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള വിവേകം എനിക്ക് തരണമേ. നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് സഹായകനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ സഹായം സ്വീകരിക്കാതെ നമ്മുടെ പൊട്ടബുദ്ധിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ജീവിതം തകരുകയാണ് ചെയ്യുന്നത്. ഇന്നു മുതൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ജ്ഞാനവും വിവേകവും എനിക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട്. വിവാഹമെന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു കുദാശിയാണ്, ഒരു ഉടമ്പടിയാണ്. ഈ വിവാഹത്തെ വേറെ വിധത്തിൽ വിശദീകരിച്ചാൽ അത് വിട്ടുപോയത് പൂരിപ്പിക്കലാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദ്യം കാണും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡാഷ് ആകുന്നു. ഡാഷ് ഇട്ടിരിക്കുന്നിടത്ത് മൻമോഹൻ സിംഗിൻ്റെ പേരെഴുതി വെച്ചാൽ ആശയം പൂർണ്ണമായി കുട്ടിക്ക് മാർക്കൊന്ന് കിട്ടുകയും ചെയ്യും. ഇതുപോലെയുള്ള ഒരു പരിപാടിയാണ് ഈ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് വേണ്ടി അവളുടെ മമ്മി കൊണ്ടുവരികയാണ്. ഇവൾ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ വലിയ പ്രശ്നമുണ്ടായിരിക്കുമെന്ന്. ചോദിച്ചു വന്നപ്പോൾ ഇവളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഇവളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കുടുംബമാണ്. മമ്മിയും ഡാഡിയും കൂട്ടുകാരെ പോലെയാണ്. ഇവരൊന്നിച്ചേരുന്ന ചീട്ട് കളിക്കും, അടികൂടും, ഇടികൂടും. ഇവളുടെ എല്ലാ കാര്യങ്ങളും ഡാഡിയോടും മമ്മിയോടും പറയും, ഡാഡിയും മമ്മിയും എല്ലാ കാര്യങ്ങളും മൂത്ത മകളോടും പറയും. അങ്ങനെ വളരെ സന്തോഷത്തിൽ ജീവിക്കുന്നു. ഇവളുടെ ഡിഗ്രി പരീക്ഷ എഴുതിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വളരെ പ്രശസ്തവും പുരാതനവുമായ ഒരു തറവാട്ടിൽ നിന്ന് ഒരു വിവാഹാലോചന ഇവൾക്ക് വന്നു. ഇപ്പം ഇത്രയും പേര് കേട്ട വീട്ടിൽ നിന്ന് വന്ന ഒരു വിവാഹാലോചന ആയതുകൊണ്ട് അത് നടത്താമെന്ന് ഇവരങ്ങ് തീരുമാനിച്ചു. അങ്ങനെ വിവാഹം നടന്നു. ഇവൾ ഭർത്താവിൻ്റെ വീട്ടിലെത്തി. ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അന്തരീക്ഷം വളരെ വ്യത്യസ്തമാണ്. കാർഷിക പശ്ചാത്തലമുള്ള കുടുംബം, ഒരുപാട് ഏക്കർ കൃഷിഭൂമിയുണ്ട്. എന്നും കൃഷിപ്പണിയും പണിക്കാരും ബഹളവുമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഭർത്താവിൻ്റെ വീട്ടിൽ. അവൾക്ക് ആ അന്തരീക്ഷത്തോട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല. മാത്രമല്ല, ഭർത്താവിൻ്റെ വീട്ടിൽ അപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. അപ്പൻ വീട്ടിലുണ്ടെങ്കിൽ മുട്ടുസൂചി വീണാൽ കേൾക്കാം. അപ്പൻ്റെ നേരെ നോക്കി സംസാരിക്കാൻ അമ്മയ്ക്ക് പോലും ധൈര്യമില്ലാത്ത ഒരു പഴയ തലമുറയിലെ ഒരു കാരണവർ. ഇവളുടെ ഡാഡി എന്ന് പറഞ്ഞാൽ ഇവൾക്ക് കൂട്ടുകാരനെ പോലെയാണ്. പക്ഷെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അപ്പനെ എല്ലാവർക്കും പേടി. അവൾ ചോദിക്കുകയാണ്, ഇതെന്തൊരു അപ്പനാണെന്ന്. അവൾക്ക് ഇങ്ങനെയൊരു അപ്പനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മാത്രമല്ല, ഇവളുടെ സ്വന്തം വീട്ടിൽ എപ്പോഴും തമാശയും ചിരിയും കളിയാവും. പക്ഷെ ഭർത്താവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കും, ഉത്തരം പറയും, അത്രമാത്രം. അവൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഭർത്താവിൻ്റെ വീടിനെ വിശദീകരിച്ച് ഇങ്ങനെയാണ്: പോത്തുപോലെ പണിയെടുക്കും, പോത്തുപോലെ തിന്നും, പോത്തുപോലെ കിടന്നുറങ്ങും. ഇതാണ് ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം. ഇത് കേട്ടപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇവൾക്ക് ആകെ വീർപ്പ് മുട്ടുന്ന പോലെ തോന്നി. മാത്രമല്ല, ഏതാനും ആഴ്ചകൾ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചപ്പോൾ ഇവൾക്ക് വേറൊരു കാര്യം മനസ്സിലായി. ഭർത്താവിനെ കണ്ട വെളുത്തു തുടുത്ത് നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ. പക്ഷെ അടുത്തറിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഒരു കാര്യത്തിനും ആത്മധൈര്യമില്ലാത്ത ഒരു പേടിത്തൊണ്ടൻ, അപകർഷതാബോധത്തിൻ്റെ കൂടാരം. ഇവൾക്ക് ആകെപ്പാടെ അബദ്ധം പറ്റിയില്ലൊന്നായി. ഇനി എന്തു ചെയ്യും? അവൾ വീട്ടിൽ വന്ന് മമ്മിയോട് വിഷമമൊക്കെ പറഞ്ഞു. മമ്മി പറഞ്ഞു, സാരമില്ല, നീ പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുത്തി വിട്ടുവെങ്കിലും 3 മാസം കഴിഞ്ഞ് ഒരിക്കൽ വീട്ടിൽ വന്നു. ഇവൾ പിന്നെ തിരിച്ചു പോകുകയില്ല ഭർത്താവിൻ്റെ കൂടെ. എൻ്റെ പൊന്നു മമ്മി, എന്നെ ഇനി തിരിച്ച് അങ്ങോട്ട് വിടരുത്, ഞാൻ ശ്വാസം മുട്ടി മരിക്കും, ആ അന്തരീക്ഷം അത്ര ഭീകരമാണെന്നാണ് ഇവൾ പറയുന്നത്. അങ്ങനെ എത്ര ഉപദേശിച്ചിട്ടും മാറ്റമില്ലാതെ വന്നപ്പോൾ ഇവളെ ധ്യാനത്തിന് കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവം അറിയാതെയല്ല ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ജീവിത പങ്കാളിയെ കിട്ടിയത്. ഇവിടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അതാണ് വിട്ടുപോയത് പൂരിപ്പിക്കുക. ഈ ചെറുപ്പക്കാരനും ദൈവത്തിൻ്റെ മകനായിരുന്നു. ദൈവം ഇവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു.
പക്ഷേ സ്നേഹം കൊടുക്കാൻ ഏൽപ്പിച്ച അപ്പനും അമ്മയ്ക്കും സ്നേഹം കൊടുക്കാൻ അറിയില്ലായിരുന്നു. ഭയം നിറഞ്ഞ അന്തരീക്ഷത്തിൽ പ്രോത്സാഹനം കിട്ടാതെ അംഗീകാരം കിട്ടാതെ വളർന്ന അവൻ്റെ വ്യക്തിത്വത്തിൽ ഒരുപാട് കുറവ് വന്നു. ദൈവത്തിന് ഇതിനെ ഓർത്ത് ഒത്തിരി ദുഃഖമുണ്ട്. ഇതെങ്ങനെ പരിഹരിക്കാം? ദൈവം തൻ്റെ ജ്ഞാനത്തിലൊരു പരിഹാരം കാണുകയാണ്. ഈ പെൺകുട്ടിയെ ഇവളുമായി വിവാഹത്തിലൂടെ ഒന്നിപ്പിക്കുന്നു. എന്തിന്? ഇവൾ വഴി ഇവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് പൂരിപ്പിക്കണം. ഇനി മുതൽ ഇവളുടെ സ്നേഹത്തിലൂടെ, ഇവളുടെ പ്രാർത്ഥനയിലൂടെ, കണ്ണുനീരിലൂടെ, പ്രോത്സാഹനത്തിലൂടെ, അധ്വാനത്തിലൂടെ ഇവൻ്റെ ജീവിതത്തെയും ഇവളുടേതുപോലെ ആക്കി മാറ്റണം. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു കുറവുമില്ലാത്ത ജീവിത പങ്കാളിയെ കിട്ടാനാണ്. അങ്ങനെ ഒരു കുറവുമില്ലാത്ത ഒരു ജീവിത പങ്കാളിയും ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല. ആകപ്പാടെ ഒരാളുണ്ടായിരുന്നു, അങ്ങേരാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടുമില്ല, ഈശോ മിശിഹാ. ബാക്കി സകലമാന മനുഷ്യർക്കും എന്തെങ്കിലും കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് കുറവില്ലാത്ത ജീവിത പങ്കാളിയെ അന്വേഷിക്കുന്നവരെല്ലാം നിരാശപ്പെട്ടു പോകും. കുറവില്ലാത്ത ജീവിത പങ്കാളിയെ നോക്കി നടക്കുന്നവർക്ക് കുറവുള്ളവരെ അംഗീകരിക്കാൻ പറ്റുകയില്ല. ഒത്തിരി പേരുടെ പ്രശ്നമാണ്. അടുത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജീവിത പങ്കാളിയിലെ കുറവുകൾ കണ്ടു കഴിയുമ്പോൾ പലർക്കും പിന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുകയാണ്. അങ്ങനെയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ജീവിതമല്ല ക്രിസ്തീയ കുടുംബ ജീവിതം. ദൈവം അറിഞ്ഞാണ് ഈ കുറവുള്ള വ്യക്തിയെ നിൻ്റെ ജീവിതത്തോട് കൂട്ടിച്ചേർത്തത്. എന്തിന്? നിന്നിലൂടെ ആ കുറവ് നികത്തണം. കുറവിൻ്റെ പേരിൽ നിരന്തരം കുറ്റപ്പെടുത്തി ആ വ്യക്തിയെ വീണ്ടും തകർക്കുകയല്ല ചെയ്യേണ്ടത്. നിൻ്റെ സ്നേഹം വഴി, പ്രോത്സാഹനം വഴി, പ്രാർത്ഥന വഴി, ത്യാഗം വഴി ആ വ്യക്തിയുടെ കുറവ് വഴി നികത്തണം. 10ഉം 25ഉം വർഷം ഒരുമിച്ച് ജീവിച്ച വ്യക്തികൾ തിരിഞ്ഞു നോക്കുക. എൻ്റെ പ്രാർത്ഥന വഴി, സ്നേഹം വഴി എൻ്റെ ജീവിത പങ്കാളിയുടെ കുറവുകൾ നികത്തപ്പെടുകയാണോ ചെയ്തത്, അതോ എൻ്റെ ജീവിത പങ്കാളിയുടെ കുറവ് എൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം കൂടുകയാണ് ചെയ്തതെന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ ദൈവവിളിയുടെ പ്രത്യേകതകൾ നമ്മൾ തിരിച്ചറിയണം. ആശ്വാസം നീ